മണ്ഡലാടിസ്ഥാനത്തിൽ നമ്മൾ പല മണ്ഡലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി ജില്ലകളുടെ ഒരു അനാലിസിസ് കൂടി നടത്തിപ്പോകുന്നത് നന്നായിരിക്കും. കോട്ടയം ജില്ലയിൽ ഇപ്രാവശ്യം എന്ത് സംഭവിക്കും? രണ്ടില രണ്ടാകുമോ? എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് രണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ മയക്ക് പിടിച്ച് വാങ്ങിച്ച് മറ്റേ അദ്ദേഹത്തിൻ്റെ ജോസ് കെ മാണിയുടെ മയക്ക് പിടിച്ച് വാങ്ങിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, 2 പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും. 10 പ്രാവശ്യം റോഷി പറഞ്ഞെങ്കിൽ റോഷിക്ക് എന്തോ അജണ്ടയുണ്ട്. അതെന്താണ് അജണ്ട? ജോസ് കെ മാണിയെ തകർക്കലാണോ? നിഷ ജോസ് കെ മാണിയെ തകർക്കലാണോ? ഏതോ ഒരു തകർക്കലിൻ്റെ ഒരു ഉടപ്പ് ഉണ്ട് റോഷിക്ക്. അത് നമ്മൾക്ക് അവിടെ നിൽക്കട്ടെ. ആരായിരിക്കും ഇനി ബാക്കി കോട്ടയം ജില്ലയിലെ സ്ഥാനാർത്ഥികളെന്ന് നോക്കിയാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആൾറെഡി പണി തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ നിൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പാലായിൽ മാണി സി കാപ്പൻ തന്നെ ആയിരിക്കും അവിടെ വരുന്ന. ഷോൺ ജോർജ് വന്നതോടുകൂടി BJPയുടെ A ക്ലാസ് മണ്ഡലമാക്കി അവരതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് അപ്പൻ പൂഞ്ഞാറിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പനും മോനും കൂടി കലക്കും എന്നാണ് തോന്നുന്നത്. അവിടെ ജോസ് കെ മാണിയായിരിക്കും പാലായിൽ മത്സരിക്കുക. അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങൾ, പുതുപ്പള്ളിയിൽ ആൾറെഡി ചാണ്ടി ഉമ്മൻ പണി തുടങ്ങിയിട്ടുണ്ട്. നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആശാൻ വീട് വിടാന്തരം കയറിയുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. K അനിൽകുമാർ കോട്ടയത്ത് നമ്മുടെ ഈ ചാനലിൽ വന്ന് എന്നും അടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന K അനിൽകുമാറുണ്ട്. അദ്ദേഹം വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. വാസവൻ ഏറ്റുമാനൂരിൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ജോസഫ് ഗ്രൂപ്പിനായി വാസവന് പകരമായി എതിരായി ആര് വരും എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷും അതുപോലെ വൈസ് പ്രസിഡന്റ് G ഗോപകുമാർ, ഫിലിപ്പ് ജോസഫ് തുടങ്ങിയ നീണ്ട പട്ടികയാണ് കോൺഗ്രസ്സിന് കോട്ടയത്ത് കിടക്കുന്നത്. പൂഞ്ഞാറിൽ മാണി ഗ്രൂപ്പിൻ്റെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ നേരിടാൻ ജോസഫ് ഗ്രൂപ്പിൻ്റെ കുര്യാക്കോസ് എന്ന് പറയുന്ന പടവനെ നിയോഗിക്കണമെന്നാണ് ജോസഫിന് ഇഷ്ടം. പക്ഷേ കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുത്താലാണ് ഈ പടവൻ രംഗത്ത് വരുന്നത്. PC ജോർജ് ഇപ്രാവശ്യം മത്സരിക്കുമോ എന്നുള്ളത് സംശയത്തിൽ നിൽക്കുന്നു. മത്സരിക്കുകയാണെങ്കിൽ വലിയ മത്സരമായിരിക്കും. അല്ലെങ്കിൽ BJPക്ക് പുതിയ ആളുകളെ കണ്ടെത്തണം. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ്, അദ്ദേഹം ചീഫ് വിപ്പാണ്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ളതാണ് നമ്മുടെ UDFൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ നാരായണക്കുറുപ്പ് നേരത്തെ ജയിച്ചു. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജയരാജൻ ജയിക്കുന്നു. അവിടെ ജോസഫ് വാഴയ്ക്കൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ജോസഫ് വാഴയ്ക്ക് വന്നാൽ അവിടെ 10-30,000 വോട്ടുള്ള വലിയൊരു മണ്ഡലമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നേരത്തെ അൽഫോൺസ് കണ്ണന്താനം MLA ആയിരുന്നു LDFൻ്റെ. അദ്ദേഹം വീണ്ടും അവിടെ മത്സരിച്ചു, അദ്ദേഹം തോറ്റുപോയി. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ ജോ മൈക്കിൾ തന്നെയാണ് തുടരാൻ സാധ്യതയുള്ള നമ്മുടെ ജോസ് കെ മാണിയുടെ. ജോസഫിൻ്റെ പട്ടികയിൽ പല പേരുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും റെഡിയായിട്ടില്ല. കടുത്തുരുത്തിയിൽ തീർച്ചയായിട്ടും മോൻസ് ജോസഫ് തന്നെയായിരിക്കും മത്സരിക്കുക. അവിടെ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കുമോ ഇപ്രാവശ്യം കോട്ടയത്ത് മത്സരിക്കുക എന്നറിയില്ല. CPIയുടെ ഏക സീറ്റായ ആശ വൈക്കത്ത് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ UDFന് സണ്ണിയം കപിക്കാടിനെ മത്സരിപ്പിക്കണം എന്നൊരു ക്യാമ്പിൽ വന്നെങ്കിലും അത് ക്ലച്ച് പിടിച്ചില്ല. അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല. അപ്പോൾ കോട്ടയം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കേരള കോൺഗ്രസ്സിന് വലിയൊരു മുൻതൂക്കമുണ്ട്. ജോസഫ് ഗ്രൂപ്പിനും കോൺഗ്രസ്സിനും കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് കിട്ടിയിരിക്കുന്നത്. നഗരസഭയിലടക്കം, കോട്ടയം മുനിസിപ്പാലിറ്റിയിലടക്കം നമ്മുടെ ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ LDFൻ്റെ തോറ്റുപോയി. LDFൻ്റെ ഒരു വലിയ പിന്നോക്കാവസ്ഥയാണ് കോട്ടയത്ത് കാണുന്നത്. അവിടെ മുന്നോക്കത്തിൽ നിൽക്കുന്നത് UDFും ജോസഫ് ഗ്രൂപ്പുമാണ്. എന്നാൽ ഞാനീ പറഞ്ഞ പോലെ തൊടുപുഴയിലേക്ക് പോകുമ്പോൾ അവിടെ അബു ജോൺ ജോസഫ് എന്ന് പറയുന്ന PJ ജോസഫ് അവരുടെ മകൻ മത്സരിക്കുമോ എന്നുള്ളതും ഒരു കൗതുകമാണ്. അങ്ങനെ അദ്ദേഹം മത്സരിക്കുകയും PJ ജോസഫ് മത്സരിക്കാതിരിക്കുകയും ജോസഫ് സാർ മത്സരിക്കാതിരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും അബു ജോൺ UDF വരുന്ന സാഹചര്യമുണ്ടായാൽ 2-3 കണ്ടീഷനാണ്. ജോസഫ് സാർ മത്സരിക്കാതിരിക്കണം, അബു ജോൺ ജോസഫ് മത്സരിച്ച് ജയിക്കണം, മോൻസ് ജോസഫും ജയിക്കണം, അപ്പോൾ UDF വരണം. ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആരായിരിക്കും മന്ത്രി? അത് അറിയാനും ഒരു കൗതുകം കേരളത്തിലുണ്ട്. ഏതായിരിക്കും വകുപ്പ്, ആരായിരിക്കും? കാര്യം അബു ജോൺ ജോസ് ആണെങ്കിൽ താരതമ്യേന ജൂനിയറാണ്, ആദ്യത്തെ MLA ആണ്. അപ്പോൾ കിട്ടുന്ന വകുപ്പും അതനുസരിച്ചായിരിക്കും. അതേസമയം മോൻസ് ജോസഫ് ആണെങ്കിൽ നേരത്തെ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നൊരു മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിന് വീണ്ടും വകുപ്പ് കിട്ടുമോ? എന്താണ് ഇവിടെ UDFൻ്റെ കോട്ടയം ജില്ലയിലെ സ്ട്രാറ്റജി എന്നറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ കോട്ടയം ജില്ലയിലെ UDFൻ്റെ സ്ട്രാറ്റജി എന്തിനായിരുന്നാലും LDFിൽ നിൽക്കുന്ന ജോസ് കെ മാണിയുടെ കൂടെയുള്ള അണികളായിട്ടുള്ളവർ, സാധാരണ പ്രവർത്തകരായിട്ടുള്ളവരിൽ മഹാഭൂരിപക്ഷവും ഇപ്രാവശ്യം UDFന് വോട്ട് കുത്താനാണ് എല്ലാ സാധ്യതയുമുള്ളത്. കാരണം UDFൻ്റെ
ജോസഫ് സാറിനോടൊരു താല്പര്യം വരികയും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനോടൊരു താല്പര്യം കാണിക്കുന്നവരാണ് കൂടുതൽ അണികൾ. അതുകൊണ്ട് തന്നെയാണ് റോഷിയെ വെട്ടിയിട്ടാണെങ്കിലും ഇപ്പുറത്തേക്ക് UDFൽ പോകാമെന്ന് ജോസ് കെ മാണി തീരുമാനിച്ചത്. പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ പോകുന്നില്ല. പോകാതിരിക്കുമ്പോൾ രണ്ടില ഇപ്പോൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു തണ്ടുണ്ട്. തണ്ട് ഇല വാടിയില്ലെങ്കിലും തണ്ടിന് കനം കുറഞ്ഞാൽ, തണ്ടൊന്ന് വാടിപ്പോയാൽ, തണ്ടൊന്ന് ഉരിഞ്ഞു പോയാൽ ഇല രണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിഷ ജോസ് കെ മാണി ഒരു കഥാപാത്രമായി വന്നിരിക്കുകയാണ്. വളരെ കൃത്യമായി അവർ നല്ല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ല. ജോസ് കെ മാണി പറയുന്നത് എനിക്കിനി ആരോഗ്യമില്ല ഇതൊക്കെ പറയാൻ. കാരണം ഞാൻ എത്ര വട്ടം പറഞ്ഞു, ഞാൻ പലവട്ടം ഇവനോട് പറഞ്ഞില്ലേ, ഇവൻ വീണ്ടും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമായിട്ടാണല്ലോ മാറുന്നതെന്ന് റോഷിയെ കളിയാക്കുന്നുമുണ്ട്. ഇത് ചെയ്യുമ്പോൾ പഴയ മാണി സാറ് കൂടെ ഇല്ല. സ്ട്രാറ്റജികളും അതുപോലെ തന്നെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഇലക്ഷൻ തന്ത്രങ്ങളുമൊക്കെ പ്രയോഗിക്കാൻ ഒരു KM മാണി ഇല്ല എന്നുള്ളതും ജോസ് കെ മാണിയെ സംബന്ധിച്ച് വലിയ ഒരു കുറവ് തന്നെയാണ്. എന്നാൽ പോലും കഴിഞ്ഞ 2 പ്രാവശ്യവും അവർക്ക് LDFന് വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് UDFനായിരിക്കും കോട്ടയം ജില്ലയിൽ മുൻതൂക്കം. ഇനി തിരുവഞ്ചൂരിൻ്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രവർത്തനങ്ങൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായമോ അല്ലെങ്കിൽ ഇനി വല്ല ആരോഗ്യ പ്രശ്നമുണ്ടെന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തി കൊണ്ടുവന്ന അത്രയും പ്രായമായില്ലേ, ആരോഗ്യമില്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയും പുതുമുഖ താരം ഇറങ്ങാൻ സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം നിലയ വിദ്വാൻമാർ തന്നെയാണ്. പഴയ മുഖങ്ങൾക്ക് തന്നെയാണ് കൂടുതലും കോട്ടയം ജില്ലയിൽ വരുന്നത്. അത്ര വലിയ പുതിയ മുഖങ്ങളൊന്നും വരുന്നില്ല. ഷോൺ ജോർജിനെ പോലെയുള്ള ചില BJPയിൽ ചില മുഖങ്ങൾ വരുന്നു എന്നുള്ളതല്ലാതെ ബാക്കി മിക്കവാറുമെല്ലാം പഴയ കഥാപാത്രങ്ങൾ തന്നെ പുതിയ കുപ്പിയിൽ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും തിരുവഞ്ചൂരിനെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള മന്ത്രിയും മോൻസ് ജോസഫിനെ പോലുള്ള മുൻമന്ത്രിയും P. ജോസഫ് സാറിനെ പോലുള്ള വളരെ സീനിയറായിട്ടുള്ള മുൻമന്ത്രി ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ജില്ലയാണ് കോട്ടയം. അതിനേക്കാൾ പ്രധാനം മലയാള മനോരമയുടെ കേന്ദ്രവും കോട്ടയത്താണ്. അവർക്കും UDFനെ കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്കുണ്ട്.